ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലത്തെ എൻ്റെ മോം ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്താണ് എൻ്റെ മോളെ സ്കൂളിൽ വിടുന്ന സമയത്ത് പുറത്തൊന്ന് പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് റെഡിയായി മേക്കപ്പൊക്കെ ചെയ്ത് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് പോകാറുണ്ട്. അതായത് ക്ലൈൻറ്റ് മീറ്റിങ്സ്, അതുപോലെ തന്നെ സൈറ്റ്, അതുപോലെ തന്നെ അങ്ങനത്തെ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് പോകാറുണ്ട്. അതെനിക്ക് കുറച്ച് കോൺഫിഡൻസും എന്നെ കുറച്ചും കൂടി ചിയർഫുള്ളാക്കാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി സമയം കണ്ടെത്താറുള്ളത്. പിന്നെ നേരത്തെ ഒന്നും ഞാൻ ഇത്രമാത്രം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കാറില്ലായിരുന്നു. അതെനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ജോലിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കാര്യത്തിന് പ്രയോറിറ്റി എപ്പോഴും കുറഞ്ഞു പോകാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഹാപ്പിനെസ് എന്തായാലും കുറയും. കാരണം നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇതിനെ പ്രതി നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെയോ ഫാമിലിയോ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തണം. എന്ന് വെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ട എന്നല്ല, എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഒപ്പം നമ്മളുടെ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മുടെ സമയം എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. സോ ഞാനിപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഞാൻ തന്നെ അത് മനസ്സിലാക്കി. എൻ്റെ ഒരു ദിവസത്തെ റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത്, ഞാനൊരു 9 to 5 ജോലിയല്ല ചെയ്യുന്നത്, ഞാനൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഒരു 9 to 5 പോലെ കറക്റ്റ് 5 മണിക്ക് വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് ഉള്ള ടൈം ഞാൻ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഉള്ള ടൈമിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഓവർ സ്ട്രെയിൻഡും ടെൻഷനും ഒന്നും ആകേണ്ട കാര്യങ്ങളില്ല. ആ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വയ്ക്കുക. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് അടുത്ത ദിവസം ഏത് സമയത്ത് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ കൂടുതൽ ടൈം എടുത്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാറ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.